യൂറിൻ ലീക്ക് ചെയ്യുന്നു ബസ്സിൽ പോകുമ്പോഴോ, ബസ്സിപ്പം ചിരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ. ചുമയ്ക്കുമ്പോൾ. കാരണം ഇത് നോർമലാണെന്ന് വിചാരം. പ്രസവം കഴിഞ്ഞാൽ യൂറിൻ ലീക്ക് ആവുന്നുള്ള എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. യൂറിൻ നമ്മൾ ലീക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു നമുക്കൊരു അബ്ഡമിനൽ പ്രഷർ വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്താൽ കുറച്ചേ പോകുന്നുള്ളൂ. കുറച്ചേ പക്ഷേ ഉള്ളൂ. ഒരു ഓഫീസ് ജോബൊക്കെ ഉള്ള ലേഡി ആണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അൺഹൈജീനിക് ആവും. സ്മെല്ല് വരാൻ തുടങ്ങും, ഇൻഫെക്ഷൻ വരാൻ ഇൻഫെക്ഷൻസ് തുടങ്ങും. വരാം. പക്ഷേ ഇത് അവർ ഇന്റർലൈസ് ചെയ്ത് ഇത് ഓക്കെ ഇങ്ങനെയാണ് കുട്ടി ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന നോർമൽ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യും. അപ്പോൾ അവർക്ക് സർജറി ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും വേണ്ടിയും വരില്ല. അപ്പോൾ ദീസ് എക്സസൈസസ് ഈ കീകളൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഇത് മാറിക്കും. ചെറിയ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് മാറ്റാൻ നമുക്ക് കൺട്രോളിലോട്ട് വരും. പീപ്പിൾ ഷുഡ് ബി മോർ അവെയർ. നമുക്ക് ഈ കീകളിനെ കുറിച്ചൊന്നും എഡ്യൂക്കേറ്റഡ് അല്ല, നമ്മളെ നാട്ടിലൊക്കെ അതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഈസി, വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് മറ്റേ ഡമ്പൽ ഒന്നും മേടിക്കേണ്ട. ജസ്റ്റ് ബോഡി വെയിറ്റ് നിങ്ങൾ എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഡീപ്പ് പെൽവിക് ഫ്ലോർ മസിൽ, അത് നമുക്ക് ഒരു നല്ലൊരു കോച്ചസ് ഒക്കെ അറിയുകയാണെങ്കിൽ 1 or 2 സെഷൻ ദേ വിൽ ഗൈഡ് യു ഹൗ ടു ഡു എ കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ്. വെരി ഈസി, വെരി ഈസി. യൂറിൻ ലീക്ക് ചെയ്യുന്നു ബസ്സിൽ പോകുമ്പോഴോ, ചിരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ. കാരണം ഇത് നോർമലാണെന്ന് വിചാരം. പ്രസവം കഴിഞ്ഞാൽ യൂറിൻ ലീക്ക് ആവുന്നുള്ള എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. യൂറിൻ ലീക്ക് ഒരു നമുക്കൊരു അബ്ഡമിനൽ പ്രഷർ വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്താൽ കുറച്ചേ പോകുന്നുള്ളൂ. പക്ഷേ ഒരു ഓഫീസ് ജോബൊക്കെ ഉള്ള ലേഡി ആണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അൺഹൈജീനിക് ആവും, സ്മെല്ല് വരാൻ തുടങ്ങും, ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും. പക്ഷേ ഇത് അവർ ഇന്റർലൈസ് ചെയ്ത് ഇത് ഓക്കെ ഇങ്ങനെയാണ് കുട്ടി ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന നോർമൽ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അവർക്ക് സർജറി ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും വേണ്ടിയും വരില്ല. അപ്പോൾ ദീസ് എക്സസൈസസ് ഈ കീകളൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഇത് മാറിക്കും. ചെറിയ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് മാറ്റാൻ നമുക്ക് കൺട്രോളിലോട്ട് വരും. പീപ്പിൾ ഷുഡ് ബി മോർ അവെയർ. നമുക്ക് ഈ കീകളിനെ കുറിച്ചൊന്നും എഡ്യൂക്കേറ്റഡ് അല്ല, നമ്മളെ നാട്ടിലൊക്കെ അതിനുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഈസി, വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് മറ്റേ ഡമ്പൽ ഒന്നും മേടിക്കേണ്ട. ജസ്റ്റ് ബോഡി വെയിറ്റ് നിങ്ങൾ എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഡീപ്പ് പെൽവിക് ഫ്ലോർ മസിൽ, അത് നമുക്ക് ഒരു നല്ലൊരു കോച്ചസ് ഒക്കെ അറിയുകയാണെങ്കിൽ 1 or 2 സെഷൻ ദേ വിൽ ഗൈഡ് യു ഹൗ ടു ഡു എ കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ്. വെരി ഈസി, വെരി ഈസി.